ചർച്ച ചെയ്യുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. IPL-ൽ ശശി തരൂരിന് പ്രത്യേക അജണ്ടയുണ്ടെന്നും അത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും രേഖമൊഴി. അതിനെ അബുദാബി ആസ്ഥാനമാക്കിയാണ് ടീം രൂപീകരിക്കാൻ ശ്രമിച്ചതെന്നും. ഇത് ആരാണ്? ഹിപ്പോപ്പൊട്ടാമസ് ആണോ? നമ്മൾക്ക് നോക്കാം. ഇത് ഹിപ്പോപ്പൊട്ടാമസ് ആണോ എന്ന് നമ്മൾക്ക് പരിശോധിച്ച് കാണാവുന്നതാണ്. ഇത് ആരായിരിക്കും? നമുക്ക് നോക്കാം. മുതൽ മുടക്കൊന്നുമില്ലാതെയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവന്നു. കമ്പനിയുടെ ഓഹരിയിൽ എത്ര വർധനമുണ്ടായാലും അതിന്റെ 25% അയാൾ അമ്മൂമ്മയുടെ ഷർട്ട് തേക്കുകയാണ്. വ്യവസ്ഥയുണ്ടെന്നും ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയിൽ സംയുക്ത സംരംഭങ്ങളുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരം ഓഹരി പങ്കാളിത്തമാണ് കൊച്ചി IPL ടീമിലുള്ളതെന്നാണ് ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടീം ഉടമകളായ റോണ്ടേവു കൺസ്ട്രക്ഷന്റെ 25% ഓഹരികൾ പൂർണ്ണ സൗജന്യമായാണ് നൽകിയിരിക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സുനന്ദ പുഷ്കറിന് പുറമെ ശൈലേന്ദ്ര ഗെയ്ക്വാദ്, കിഷൻ ഗെയ്ക്വാദ്, പുഷ്പ ഗെയ്ക്വാദ്, പൂജ ഗുലാത്തി, ജെയിൻ കോട്ടർവാൾ, വിഷ്ണു പ്രസാദ്, സുന്ദീപ് അഗർവാൾ എന്നിവർക്കും സൗജന്യ ഓഹരികൾ കിട്ടിയിട്ടുണ്ട്. ടീം ഉടമകൾ തമ്മിൽ ഒപ്പുവച്ച കരാർ പ്രകാരം ഇവർക്കുള്ള 25% ഓഹരിയിൽ ഒരിക്കലും കുറവ് വരില്ല. കൺസോർഷ്യത്തിന്റെ ചെലവ് കൂടുകയാണെങ്കിൽ ബാക്കിയുള്ള 75% ഓഹരികളുടെ ഉടമകളായിരിക്കണം അതിനായി പണം മുടക്കേണ്ടത്. മറ്റുള്ളവർ കൂടുതൽ പണം മുടക്കിയാലും അതിന്റെ 25% സുനന്ദ പുഷ്കർ ഉൾപ്പെടെയുള്ള സൗജന്യ ഓഹരി ഉടമകൾക്ക് കിട്ടുമെന്നാണ് വ്യവസ്ഥ. കൺസോർഷ്യത്തിന്റെ ഓഹരികൾ വർദ്ധിപ്പിച്ച് കൂടുതൽ മൂലധനം കണ്ടെത്തിയാൽ അപ്പോഴും സൗജന്യ ഓഹരി ഉടമകളുടെ ഓഹരി വിഹിതം പൈസയുടെ ചെലവില്ലാതെ റിപ്പോർട്ടിൽ പറയുന്നു. ലളിത് മോഡിയുടെ നിർബന്ധപ്രകാരം 25% മാറ്റമില്ലാത്ത ഓഹരി വ്യവസ്ഥ കരാർ ഉൾപ്പെടുത്തിയതെന്ന് തടയുന്നതിന് വേണ്ടിയാണ് ലളിത് മോഡി ഇത്തരമൊരു വ്യവസ്ഥ നിർദ്ദേശിച്ചത്. വിദേശകാര്യ സഹമന്ത്രി ശശി തരൂർ ഒന്ന് നോക്ക്. ഫേസ് കാണുന്നില്ല. ഫേസ് കാണുന്നില്ല. പ്ലീസ് എന്നാലും ഫേസ് കാണാൻ പറ്റണല്ലേ? ഒന്ന് നോക്കണ. ഒന്ന് നോക്ക്. ഒറ്റ പ്രാവശ്യം ഒരു സെക്കൻഡ് പൊക്കിയാ മതി. ഈ മൊബൈൽ നമ്പറിൽ നിന്നും മറ്റു പല